നമസ്കാരം. ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി വളരെ രസകരമായ സംഭവങ്ങളാണ് എൻ്റെ വീഡിയോ ഇടുന്ന കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ കുറേ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി പോയിന്റ് വൈസ് എന്തൊക്കെ പറയണം, എന്തൊക്കെ അത് ഉൾക്കൊള്ളിക്കണം എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് പോയിന്റ് വൈസ് ആണ് പറയുക, ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പല പല വെറൈറ്റി വീഡിയോകൾക്ക് വേണ്ടിയുള്ള വെറൈറ്റി കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യേണ്ട ഒരു കണ്ടന്റ് ഫോൺ കോളുകളിലൂടെ വരികയാണ്, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലൂടെ വരികയാണ്. ഇനി ഈശ്വര നിയോഗമായിരിക്കാം ആ വീഡിയോ ഇടുക എന്നുള്ളത്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആരോ ഒരാൾ എനിക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. പലപ്പോഴും എൻ്റെ സുഹൃത്ത് ഒരു പ്രശാന്ത് ഉണ്ട്, അദ്ദേഹം എന്നോട് എപ്പോഴും ചോദിക്കും, ചേട്ടൻ എവിടുന്ന ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, ഈ കാര്യങ്ങൾ പെട്ടെന്ന് എങ്ങനെ കിട്ടും? അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കണ്ടന്റ് എൻ്റെ മുന്നിലേക്ക് കൊണ്ട് ഇട്ട് തരികയാണ്. ഞാൻ ഒരിക്കലും ഒരു കണ്ടന്റിനെ തേടി പോകുന്നില്ല. ആ കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ട് തരാം. ഇന്നും അതേപോലെ ഞാനൊരു 2 കണ്ടന്റ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്നൊരു വീഡിയോ ഇടാം, 2 ദിവസത്തേക്കുള്ളൊരു വീഡിയോ സെറ്റ് ചെയ്ത് വെക്കാം. അന്ന് കുറച്ച് തിരക്ക് കുറഞ്ഞ ദിവസമായതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനെല്ലാം തയ്യാറെടുപ്പ് നടത്തിയ സമയത്ത് എനിക്ക് വന്നൊരു ഫോൺ കോള്. എനിക്കൊരു പുതിയ വീഡിയോക്കുള്ള കണ്ടന്റ്, പുതിയ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഇട്ടൊരു വീഡിയോയുടെ തുടർച്ചയായിട്ടൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ആധാരമായത് എൻ്റെ 2 കർമ്മങ്ങളിൽ വന്ന ക്ലൈംസിൻ്റെ ഒരു പാളിച്ച. മൂന്നാമത് എൻ്റെ ഒരു വലിയ സുഹൃത്ത്, വലിയ ആത്മബന്ധമുള്ള ഒരാള്, അയാള് ചെയ്തൊരു വലിയ പിഴ, വലിയ പാകപ്പിഴ. ഈ നമ്മൾ തമാശയ്ക്ക് ഒരു അറ്റത്തെത്തിയപ്പം പൊട്ടിപ്പോയെന്ന് പറഞ്ഞ പോലെ വായിലോട്ട് കൊണ്ട് സ്പൂണ് വെച്ച് കൊടുത്ത് ആ വാ തുറന്ന് വായിലേക്ക് കയറുന്ന സമയത്ത് അകത്തേക്ക് ആക്കുന്നതിന് മുമ്പ് ഇത് തെറിച്ച് പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച വലിയൊരു പാളിച്ച, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു പാളിച്ച, അക്ഷന്തവ്യമായ തെറ്റ്. ഈ തെറ്റിനെതിരെ അഘോരം സംസാരിക്കുന്ന ആ മനുഷ്യൻ, ഘോരഘോരം ഈ തെറ്റ് സംഭവിക്കില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഇത് തെറ്റ് സംഭവിച്ചാൽ എൻ്റെ ജീവിതം പോകുമെന്ന് പറഞ്ഞൊരു മനുഷ്യൻ, എല്ലാം കൊണ്ട് എത്തിച്ചു കൊടുത്ത് അയാളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് വലിയൊരു തെറ്റ് പറ്റി. ആ തെറ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണമെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കേസല്ല അത്, എനിക്ക് ചെയ്യാൻ പറ്റൂല. അവിടെ എൻ്റെ കർമ്മം ബ്ലോക്കായി, എൻ്റെ ഉപാസനമൂർത്തികൾ ബ്ലോക്കായി. കാരണം നിങ്ങളുടെ താല്പര്യമാണ് അവിടെ വന്നത്, ഇനി നിങ്ങളുടെ രീതികളാണ് അവിടെ ചെയ്യേണ്ടത്. ഒരു കർമ്മം ഫലിക്കണമെങ്കിൽ കർമ്മിയും ക്ലൈന്റും ഉപാസനമൂർത്തികളും എല്ലാം ഒരേപോലെ നിന്നാലേ ഫലിക്കൂ. അല്ലാതെ കർമ്മി മാത്രം വിചാരിച്ചുകൊണ്ട് കർമ്മം ഫലിക്കണമെന്നില്ല. അതല്ല നമ്മളിവിടെ സംസാരിച്ചു വരുന്ന ടോപ്പിക്ക്. പലപ്പോഴും പല ആൾക്കാരും വിളിക്കുന്നത്, പല സ്ത്രീകളാണ് കൂടുതൽ വിളിക്കുക, പുരുഷന്മാരും വളരെ ചുരുക്കം വിളിക്കാറുണ്ടെങ്കിൽ സ്ത്രീകളെ വിളിക്കുമ്പോൾ ഒരു 40 വയസ്സ്, 45 വയസ്സ്, അല്ലെങ്കിൽ 30 വയസ്സ്, 36 വയസ്സൊക്കെയുള്ള സ്ത്രീകൾ വിളിക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ് 2-3 കുട്ടികളായ സ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാൻ വിവാഹേതര ബന്ധങ്ങളെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നത്. അതിനകത്ത് ലിംഗബന്ധനം, യോനിബന്ധനം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇങ്ങനെ വിവാഹേതര ബന്ധങ്ങളോ അല്ലെ വിവാഹത്തിന് ശേഷം മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നവരെ എങ്ങനെ നമുക്ക് നിലക്ക് നിർത്താം, അല്ലെ എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറെ ആൾക്കാരെ വിളിക്കുന്നത്, ഭർത്താവ് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു, അപ്പോൾ മറ്റു സ്ത്രീകളുമായിട്ട് പോകുന്നു. ഇപ്പൊ ഒരു ഒട്ടുമിക്ക പുറത്ത് പറയാതിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മറ്റു സ്ത്രീകളിലെ, അത് വെറും ഇൻഡീസൻ്റായ, വെറും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറും മോശം സ്ത്രീകളിലൂടെ ഒക്കെ പോകുന്നു. അത്ര റെപ്യൂട്ടഡായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇവരെ സമീപിക്കാതെ മറ്റു സ്ത്രീകളിലൂടെ പോകുന്നു. കുട്ടികളെ നോക്കുന്നില്ല, കുടുംബം നോക്കുന്നില്ല, പൈസ കൊടുക്കുന്നില്ല. ഒരിക്കൽ ഒരു മതപണ്ഡിതൻ വരെ പോയ കേസ് തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, മതപണ്ഡിതനാണ് ഭർത്താവ്, വേറെ സ്ത്രീയോട് പോയി ജീവിക്കുകയാണ്. അപ്പൊ ഇന്ന് വിളിച്ച ആളും അതേപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഹസ്ബൻഡ് വേറൊരു സ്ത്രീയുമാണ്, ആ സ്ത്രീയുടെ അടിമയാണ്, ആ സ്ത്രീ മറ്റു പലരെ അടിമയാക്കിയിട്ടുണ്ട്. അപ്പൊ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, അന്ന് പറഞ്ഞതിന്റെ ബാക്കി ഞാൻ സംസാരിച്ചിട്ടില്ല ആ വീഡിയോയുടെ കാര്യം. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ബാക്കി ഇടാം എന്ന് വിചാരിക്കുന്നു. മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ പിന്നിൽ എന്ത് കാരണമാണ്, അല്ലെങ്കിൽ ആ ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ നമുക്ക് മാറ്റാൻ സാധിക്കും. എന്നെ വിളിച്ച ആ ഒരു സ്ത്രീ പറഞ്ഞത്, ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ പൈസ ആയിട്ടും വഴിപാടായിട്ടും പൂജയായിട്ടും കളഞ്ഞു സാറേ,
കൈവശമാണെന്ന് പറഞ്ഞു, ആഭിചാരമാണെന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു, പക്ഷേ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല, പൈസ പോകുന്നല്ലാതെ ഇദ്ദേഹം ആ ഒരു സ്ത്രീയുമായിട്ട് വീണ്ടും വീണ്ടും കണക്ഷനിലേക്ക് ആവുകയാണ്. ശരിക്കും നമ്മുടെ ദ്രാവിഡ മാന്ത്രികത്തിൽ അല്ലെങ്കിൽ മാന്ത്രിക കർമ്മങ്ങളിൽ ലിംഗബന്ധനം, യോനീബന്ധനം എന്നൊരു കർമ്മമുണ്ട്. സാധാരണ അത് ശരിക്കും കൊടുത്തിരുന്നത് കുടുംബിനികളായി ജീവിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ മറ്റേതെങ്കിലും ആൾക്കാർ പല ദുഷ്പ്രവൃത്തി മൂലമോ മറ്റേതെങ്കിലും കാരണം കൊണ്ട് അവരിലേക്ക് അടുപ്പിക്കുകയും അവർ തമ്മിൽ ശാരീരിക ബന്ധമാവുകയും പിന്നീട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്ന അവസ്ഥയിലുമാണ് നമ്മൾ ഈ ബന്ധനം അടിക്കുക. അങ്ങനെയുള്ളവർക്ക് ലീഗലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെ തിരിച്ച് അവർക്ക് എൻ്റെ ഭർത്താവിനെ വേണം അല്ലെങ്കിൽ എൻ്റെ ഭാര്യ തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ലിംഗബന്ധനം അല്ലെങ്കിൽ യോനീബന്ധനം. പുരുഷൻ ചെയ്യുമ്പോൾ അത് ലിംഗബന്ധനമാവും, സ്ത്രീ ചെയ്യുമ്പോൾ അത് യോനീബന്ധനമാവും. മൂലികാ പ്രയോഗങ്ങൾ കൊണ്ടാണ് ചെയ്യുക. മരുന്നുകളാണ് അതിന്, പച്ചമരുന്നുകളാണ്. പച്ചമരുന്നുകൾ മന്ത്ര വിധിപ്രകാരം ചെയ്ത് മൈഥുനം ചെയ്യുന്ന സമയത്ത് ഇത് പുരട്ടി ചെയ്ത് കഴിയുമ്പോൾ ആരാണോ ബന്ധനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ആ ആള് ഇവരിൽ അടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് അവർക്ക് പുരുഷനാണെങ്കിൽ വേറെ ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്നാലും ഉത്തേജനം ഉണ്ടാവുകയില്ല. സ്ത്രീയാണെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ ഈ പറഞ്ഞ കാര്യം നടക്കുകയില്ല. സെക്ഷുവൽ റിലേഷന് വേറൊരാളുമായിട്ട് അവർക്ക് പറ്റൂല. ആ സമയത്ത് ഇവരുമായിട്ട് പറ്റുകയും ചെയ്യും. അങ്ങനെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുന്ന ഒരു രീതിയാണ് ബന്ധനകർമ്മങ്ങൾ. അത് അങ്ങനെ ചെയ്യാറുണ്ട്. ഇനിയെല്ലാം ഉള്ളിൽ മരുന്ന് കൊടുത്ത് ചെയ്യാറുണ്ട്, കർമ്മങ്ങൾ വഴി ചെയ്യാറുണ്ട്. കർമ്മങ്ങൾ വഴിയുള്ള ബന്ധനമൊക്കെയാണ് പൊട്ടിക്കാൻ സാധിക്കും. ഉള്ളിൽ മരുന്ന് കൊടുത്ത ബന്ധനമാണെങ്കിലും പൊട്ടിക്കാൻ സാധിക്കും ഒരു പരിധി വരെ. മൂർത്തി ബന്ധനമാണെങ്കിലും ഒരു പരിധി വരെ പൊട്ടിക്കാൻ പറ്റും. എന്നാൽ മൂലികാ പ്രയോഗങ്ങൾ വഴിയുള്ള ബന്ധനമാണെങ്കിൽ വളരെ പാടാണ്. ഒരു താൽക്കാലിക ശമനം കൊടുക്കാമെന്നല്ലാതെ പൂർണ്ണമായിട്ടൊന്നും പൊട്ടിച്ച് കളയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളൊക്കെ പഠിച്ച വിധി പ്രകാരം ലിംഗബന്ധനം, യോനിബന്ധനം മരണം വരെയാണ്. അതിനകത്തൊരു വലിയ സൈഡ് എഫക്റ്റ് പറയുന്നത് ഗുരുനാഥൻ പറഞ്ഞു തന്നത്, നിങ്ങളിത് ആർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ പുരുഷനാണ് ചെയ്യുന്നതെങ്കിൽ പാർട്ട്ണർ സ്ത്രീ എപ്പോഴെങ്കിലും സ്ത്രീക്കാണ്, പുരുഷനാണ് ചെയ്യുമ്പോൾ സ്ത്രീയാണ് ബന്ധനമായി പോവുക. അപ്പോൾ ആ പാർട്ട്ണറായ സ്ത്രീക്ക് പുരുഷൻ എപ്പോഴെങ്കിലും മരിച്ചു പോയാൽ ഈ സ്ത്രീക്ക് പിന്നെ വേറൊരാളോടും സെക്ഷുവലി റിലേഷൻ ചെയ്യാൻ പറ്റൂല മരണം വരെ. തിരിച്ച് ഇങ്ങോട്ടാണെങ്കിലും ആർക്കാണോ ചെയ്തു വെച്ചേക്കുന്നത് അവർക്ക് പിന്നെ മറ്റേ പാർട്ട്ണർ മരിച്ചാൽ വേറെ വിവാഹം കഴിച്ച് ജീവിക്കാൻ പാടില്ലെന്ന് വലിയൊരു സൈഡ് എഫക്റ്റ്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത്. തെറ്റായ കർമ്മമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ്. പക്ഷേ ചില കുടുംബങ്ങൾ തകരുന്ന സമയത്ത് ചിലപ്പോൾ അത് കൊടുക്കേണ്ടി വരാറുമുണ്ട്. പാർശ്വഫലങ്ങൾ നമുക്കുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. നിങ്ങൾ കർമ്മികളാണെങ്കിലും ഇത് പരിശോധിക്കണം. മൂലികാ പ്രയോഗങ്ങളാണോ അതോ മന്ത്രവാദമാണോ കർമ്മമാണോ? കർമ്മവും കൈവിഷമൊക്കെ പൊട്ടിച്ചു കളയാൻ പറ്റും, മൂലികാ പ്രയോഗം പൊട്ടിച്ചു കളയാൻ പറ്റൂല. ആദിവാസി മൂലികാ പ്രയോഗങ്ങളോ മലബാരത്തിലുള്ളതോ അല്ലെങ്കിൽ ഊരാളിക്കെട്ട് പോലെയുള്ള കർമ്മങ്ങളോ അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരിക്കലും പൊട്ടിച്ചു കളയാൻ സാധിക്കില്ല. എന്നാൽ മറ്റ് വാഗൊണ്ട് കർമ്മം ചെയ്യുന്നതല്ല, ഒറിജിനലായിട്ട് കർമ്മം ചെയ്യും. വളരെ രസകരമായിട്ടൊരു കാര്യം കണ്ടത്, ഈ കർമ്മത്തിന്റെ കുറേയധികം പരസ്യങ്ങൾ വന്നപ്പോൾ ഫേസ്ബുക്കിൽ വളരെ രസകരമായിട്ട് വരുന്ന അറബിക് മാന്ത്രികത്തിലൂടെ ഗ്യാസ്, ചൊറി, ചിരങ്ങ്, കൈവേദന, കാലിന് വേദന, സിക്കർ, അത് ഇത്, ഗ്യാസ് ട്രബിള്, പുകച്ചില്, ശോധനക്കുറവ്, അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളിലെല്ലാം പറഞ്ഞിട്ട് അത് അറബിക് മാന്ത്രികത്തിലൂടെ റെഡിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കൈവിഷമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ഈ പറയുന്നത്. കൈവിഷം കൊണ്ട് തന്നെ ആവണമെന്നില്ല. അപ്പൊ ഞങ്ങൾ ഈ പരസ്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ അയച്ചു കൊടുത്തിട്ട് ഞാൻ തമാശ രീതിയിൽ ചോദിച്ചു, കീഴ്ശ്വാസം പോകാൻ ഒരു മാന്ത്രികൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. മാന്ത്രികനെ വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചു വയറ് വീർത്തിരിക്കുകയാണെങ്കിൽ കീഴ്ശ്വാസം പോകുന്നില്ല എന്ന് പറഞ്ഞ് വേണേൽ മാന്ത്രികനെ കൊണ്ട് കർമ്മം ചെയ്യിക്കാലോ തമാശ രീതിയിൽ പറഞ്ഞു. ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ട്രബിളിൻ്റെ ഒരു ഗുളിക കഴിക്കണം, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ കണ്ടിട്ട് പരിശോധിക്കണം. വയറുവേദനയാണ് ആദ്യം ഡോക്ടറെ കാണിക്കണം, വൈദ്യനെ കാണിക്കണം. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അസുഖമാണ് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടത്. ഈ പരസ്യം കണ്ടാൽ സാധാരണക്കാരനായ ഒരാൾ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ട്, ആഭിചാരം ചെയ്തിട്ടുണ്ട്, കൈവിഷം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിൽ ചിന്തിച്ച സാധാരണക്കാരനായ ഒരാൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധരിക്കാം. എന്നിട്ട് ഇയാളുടെ അടുത്ത് ചെന്ന് ഇയാൾ എന്തെങ്കിലും പൊടിയോ ഭസ്മമോ എന്തെങ്കിലും കലക്കി കൊടുത്ത് ഇനി ഇന്റേണൽ പ്രശ്നങ്ങളാണ്, ഈ അൾസർ പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഇയാൾ കെമിക്കലോ എന്തെങ്കിലും മരുന്നോ എല്ലാം കൊടുത്ത് അത് ബ്ലീഡിങ് പോലെ ആയിട്ട് വലിയ പ്രശ്നത്തിലേക്ക് മാറാം. ഡോക്ടർക്കല്ലാതെ ഒരാൾക്കും മരുന്ന് കൊടുക്കാൻ അധികാരമില്ല. വൈദ്യനല്ലാതെ പഠിച്ചവർക്കേ മരുന്ന് കൊടുക്കാവൂ. ഒരുപാട് കർമ്മികള് മദ്യപാനം നിർത്താൻ മരുന്ന് കൊടുക്കുന്നു, കൈവിഷം ശമിപ്പിക്കാൻ മരുന്ന് കൊടുക്കുന്നു, വശ്യത്തിന് മരുന്ന് കൊടുക്കുന്നു. എന്താണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോട്ടയത്തൊരു വീട്ടിൽ ഒരു സ്ഥലത്ത് ശിവനാക്കി കളയാമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളെ ശിവനാക്കാം, ശിവന്റെ പവർ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടുപോയിട്ട് ഏതാണ്ട് 80 ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ അതുകൊണ്ട്
നിങ്ങൾ സത്യസന്ധമായ കർമ്മങ്ങളുടെ പുറകെ പോവുക. ഇപ്പൊ ലിംഗബന്ധന യോനിബന്ധനം ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ജനുവിനിറ്റി നോക്കി ചെയ്യുക. അതേപോലെ ഇപ്പം പ്രത്യേകം കണ്ടുവരുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെ ആരെയും പറയാനോ ഉപദേശിക്കാനോ നേർവഴിക്ക് നടത്താനോ വരുന്ന ആളല്ല. എനിക്കറിയാവുന്ന കാര്യം പറയുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക, ഇല്ല വിട്ടുകളയാം. കഴിഞ്ഞ ദിവസം പൊതുവായിട്ട് കണ്ടുവരുന്നത്, ഒരുവിധം മാന്ത്രികം നല്ല രീതിയിൽ പഠിച്ച ഒരാളാണെങ്കിൽ പലകെട്ട് കർമ്മം അല്ലെങ്കിൽ മറച്ചു വെച്ചുള്ള കർമ്മം ചെയ്യും. നിങ്ങൾ പ്രശ്നം വെച്ച് നോക്കിയാൽ, രാശി വെച്ച് നോക്കിയാൽ ആ മറച്ചുകെട്ട് കർമ്മം തെളിയത്തില്ല. നിങ്ങൾക്കത് നല്ല വേറെ രീതിയിൽ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടും. നിങ്ങൾ എന്തെങ്കിലും വഴിപാട് പറഞ്ഞു കൊടുക്കും, കർമ്മം പറഞ്ഞു കൊടുക്കും, ഇവർ ചെയ്താൽ ഫലിക്കൂല. ശ്രദ്ധിച്ച് നോക്കണം. മറച്ചുകെട്ട് കർമ്മമുണ്ടോ, വലകെട്ട് കർമ്മമുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മളത് ശ്രദ്ധിക്കണം. ഒരാൾക്ക് തെറ്റായ കാര്യം പറഞ്ഞു കൊടുത്ത്, തെറ്റായ രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്താൽ ഭഗവാൻ അതിനുള്ള ശിക്ഷ തരും. കൂടാതെ അവരും ഈ പറയുന്ന 10 പേരോട് പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പരസ്യങ്ങൾ കണ്ട് പുറകെ പോകാതിരിക്കുക. വിശ്വാസയോഗ്യമായ ആൾക്കാരുടെ അടുത്ത് പോവുക. അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കുക. ഇതേപോലെയുള്ള ദോഷങ്ങൾ ഉണ്ട്. ഇതേപോലെയുള്ള ദോഷങ്ങൾ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങൾ ചുമ്മാതെ കൊണ്ട് ആരുടെ അടുത്തും കൊണ്ട് പറഞ്ഞ് കുളമാക്കാതിരിക്കുക. എല്ലാവരും സമൃദ്ധിയിൽ ജീവിക്കട്ടെ. നന്ദി, നമസ്കാരം.